Assalamu alaikum. Hi friends. Welcome to Delicious Recipes Hut. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊന്നും ഉള്ളതല്ല. നമ്മുടെ നാട്ടിലെ കല്യാണ ഫംഗ്ഷനും പാർട്ടികൾക്കും ഒക്കെ എടുക്കുന്ന നല്ല നാടൻ ടേസ്റ്റിലുള്ള നല്ലൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി ലോങ് ഗ്രെയിൻ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കണം. അതിനുശേഷം നന്നായി കഴുകി ഇതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അതിനായിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ബീൻസ് ഒരു 15 എണ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. അത് ഒരു വലിയ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങളൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ബീൻസും ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞെടുക്കണം. സവാളയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ക്യാരറ്റ് ഞാനിവിടെ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ബീൻസും വളരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ ഉള്ളിയും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. അതായത് 2 കറുവാപ്പട്ട വേണം. പിന്നെ ഒരു 8-9 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഏലക്ക ചതച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫ്ലേവറിനായി എസൻസോ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഗരം മസാല നിർബന്ധമായും നിങ്ങളിതിൽ ചേർക്കണം. ഇതാണ് ഇതിന് ഫ്ലേവറും എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ബേ ലീഫാണ്. അപ്പോൾ ഗരം മസാല ഇത്രയുമാണ് വേണ്ടത്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. 1-2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പേസ്റ്റും കൂടെ ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞ് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. അരിയുടെ നിറമൊന്നും ചേഞ്ച് ആവാതെ നോക്കണം. അതുപോലെ തന്നെ ഞാനിന്ന് റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർക്കുന്നത്. തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്, സാദാ വെള്ളമല്ല. ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങാ നീരാണ്. ഞാനിവിടെ 1 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അതുപോലെ 1 നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഏറ്റവും ചെറിയ തീയിലിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ റൈസ് ആകുന്ന സമയം കൊണ്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ നിറമാവുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ
അടുത്ത ബാച്ചും അതുപോലെ ഇട്ട് നന്നായി വറുത്തെടുക്കുക. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ചൂടോടെ തന്നെ ആ പാത്രത്തിൽ തന്നെ വെക്കാതെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ ആ വേവ് പിന്നെ ഇരുന്നിട്ട് ഒന്നുകൂടെ കുക്കാവില്ല. ഇനി ഫ്രൈഡ് റൈസ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്താണ് കുക്ക് ചെയ്തെടുത്തത്. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെയാണ് റൈസും സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് ക്യാരറ്റും ബീൻസും നമുക്കൊന്ന് മാറ്റി വെക്കണം. താഴത്തെ ആ ഒരു ലെയറിനുള്ളത് മാത്രം ഇട്ടുകൊണ്ട് ബാക്കിയുള്ളത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ എസൻസോ അങ്ങനെയുള്ള ഒന്നും തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. എന്നാൽ പോലും ഈ ഒരു റൈസിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റൈസ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ശരിക്കും ചിക്കൻ റോസ്റ്റ്, അതുപോലെ ചിക്കൻ ചുക്ക, ബീഫ് ഒലത്തിയത് അങ്ങനെയൊക്കെ ഉള്ളത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കിനി ഈ റൈസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി വെച്ചിരുന്ന ക്യാരറ്റും ബീൻസും അതുപോലെ ഉള്ളി വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റൈസ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റൈസ് തന്നെയാണ്. ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാഷ്യൂസും അതുപോലെ റൈസൻസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ എടുത്താലും വളരെ ടേസ്റ്റിയാണ് ഈ റൈസ്. അപ്പോൾ ബാക്കിയുള്ള റൈസും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന ക്യാരറ്റും ഉള്ളിയും ഒക്കെ ചേർത്ത് നമുക്കിതിനെ ഇനിയും കുറച്ച് നേരം ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഫുള്ള് റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന ക്യാരറ്റും ഉള്ളിയും എല്ലാം ചേർത്ത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടച്ചു വെക്കണം നല്ലതുപോലെ. ദം ചെയ്യുമ്പോൾ അടി പിടിക്കും എന്ന് പേടിയുണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും ഒരു കട്ടിയുള്ള തവ എടുത്ത് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ പാത്രം വെക്കുക. അപ്പം ഞാനിപ്പം ഈ പാത്രം അടിയിൽ പിടിക്കത്തില്ല, നല്ല കട്ടിയുള്ള പാത്രമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. നിങ്ങളങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിവിടെ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതിനെ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, റൈസ് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. ഓരോന്നായിട്ട് ശരിക്കും നമുക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.